നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവരും മറന്നു കാണില്ല. ഇപ്പം NH-66 വർക്കുകളൊക്കെ മലപ്പുറം ജില്ലയിലെ 2 റീച്ചിലും 95% കൂടുതൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ പൊതുവെ ഇടാറില്ല, കാരണം നിങ്ങൾക്കറിയാം എവിടെ നോക്കിയാലും NH-66 വീഡിയോസും റീൽസുമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു സംഭവമാണ് ചേളാരിത്തെ ഗതാഗതക്കുരുക്ക്. അപ്പോൾ അതിനൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. 2 മാസത്തിലേറെ ഇതിനൊക്കെ തീരുമാനമായിട്ട്, പക്ഷേ ഞാൻ നാട്ടിലില്ലേനി. അപ്പോൾ എനിക്കത് വീഡിയോ ചെയ്യാഞ്ഞിട്ട് എന്തോ ഒരു തകരാറ്. അപ്പോൾ താഴേച്ചാളാരി നമ്മുടെ പരപ്പനങ്ങാടി പൊന്നാനിയൊക്കെ പോകണം, തിരൂര് പൊന്നാനിയൊക്കെ പോകണ റോഡിൻ്റെ ജംഗ്ഷൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എങ്ങനെയും പോകാം, അത്ര അടിപൊളിയായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് ഇത് സ്ഥലം ഏറ്റെടുത്തിട്ട് കുറച്ചായി. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിനി, അന്ന് സ്ഥലം ഏറ്റെടുത്ത് അതിൻ്റെ കുറ്റിയടിച്ചതൊക്കെ. ഒരു 2 രാത്രി കൊണ്ടിട്ടാണ് ഈ പരിപാടി മൊത്തം KNRC തീർത്തത്. അപ്പോൾ ഇത് എത്രത്തോളം അന്നത്തെ ബുദ്ധിമുട്ടുണ്ട് എന്ന് നിങ്ങൾക്കിപ്പോൾ കാണണമെങ്കിൽ നമ്മൾ പഴയ വീഡിയോൻ്റെ ഒരു 1-2 പീസുകൾ അത് ചേർത്തിട്ടുണ്ട്. കണ്ടോ, 2 ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 4 കോഴിക്കോട് റോഡിന് 5 ഭാഗമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. വിശാലമായ സൗകര്യം. അപ്പോൾ ഇത് 2023 എടുത്ത വീഡിയോ ആണ്. പൊന്നാനി വഴി തൃശ്ശൂരിലേക്ക് പോകുന്ന KSRTCൻ്റെ സൂപ്പർ ഫാസ്റ്റ് ബസ് എങ്ങനെയാണ് ആ ജംഗ്ഷനിൽ അന്ന് പോയത് എന്നുള്ള കാഴ്ച കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഒരു ബസ്സാണെങ്കിൽ പിന്നെ ബാക്കി വലിയ വാഹനങ്ങളെ കഥ പറയണ്ടല്ലോ. വളരെ ബുദ്ധിമുട്ടേനി. പക്ഷെ അന്ന് തന്നെ ആളുകൾ പിന്നെ ഇതൊക്കെ ഒരു NHൻ്റെ ഒരു അപാകതയായിട്ടൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിനി. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത്ര റഷായ ഏരിയയിൽ കൂടെ റോഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ആ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ വിജയം. അപ്പോൾ അതാണ് ഇത് 2024 എടുത്ത വീഡിയോ ആണ്. മറ്റേ വീഡിയോ എടുത്തൊരു വർഷം കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മുടെ ഡ്രെയിനേജിൻ്റെ പണിയൊക്കെ നടക്കുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്. എന്തായാലും ഇനി പ്രശ്നങ്ങളൊക്കെ ഇനി ഒരുപാടുണ്ട്, കുറച്ചൊക്കെ ഉണ്ട്, ഒക്കെ പരിഹരിക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ അണ്ടർപാസിൻ്റെ അടിയിൽ 2 ഭാഗത്തും ഫുട്പാത്ത് ഒക്കെ ഉണ്ടാക്കിയിട്ടോ. റോഡിൽ മൊത്തം ഫുട്പാത്ത് ഉണ്ടാക്കുന്നുണ്ട്, എല്ലാ അങ്ങാടിയിലും. മൊത്തമല്ല, അങ്ങാടികളിൽ മാത്രമാണ് ഫുട്പാത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് താഴെ വന്ന് കണ്ടപ്പോൾ അണ്ടർപാസിൻ്റെ താഴെ ഇറങ്ങിയിട്ട് എടുത്ത ഒരു സീനാണ്. കണ്ട, അടിപൊളിയാണ്. ഇനിയിപ്പോൾ അത് പഞ്ചായത്തൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാം. അപ്പോൾ തലപ്പാറമ്മലൊക്കെ ഇതിലൊക്കെ പുല്ലൊക്കെ വഹിച്ചിട്ട് അതൊക്കെ ഇരപ്പായി പോയിട്ടുണ്ട്. ഈ സർവീസ് റോഡ് എന്നാൽ ഇതേപോലെയുള്ള ജംഗ്ഷനുകളൊക്കെ ഇനിയിപ്പോൾ നമ്മളെ പഞ്ചായത്തുകളൊക്കെ എന്ത് ചെയ്യണം എന്ന് വൃത്തിയാക്കി കൊണ്ടെടുക്കാൻ ശ്രദ്ധിച്ചാൽ നമ്മളെ നാട് റോഡൊക്കെ വളരെ മനോഹരമായൊരു സംഭവം. ഇതൊന്നും സർവീസ് റോഡൊക്കൊന്നും ഇനി വരെ ശ്രദ്ധയൊന്നും വല്ലാതെ ഉണ്ടാവില്ല. അപ്പോൾ അതാണ് സംഭവം. ഇത് നിങ്ങളൊക്കെ കണ്ട കാഴ്ച തന്നെ ആവും. പക്ഷേ എനിക്കെന്താ അറിയില്ല, അത് വീഡിയോ എടുക്കാഞ്ഞിട്ട് ഒരുയാതി തരാറ്. എന്നാൽ ഓക്കെ, എന്നാൽ നമുക്ക് വീണ്ടും വേറെ വീഡിയോയിൽ കാണാം.